ഇടതുപക്ഷത്തെ മോശമായി ചിത്രീകരിക്കാൻ എല്ലാ വഴികളും നോക്കുകയാണ്. പണ്ട് ഗീബൽസാണ് നുണയെ ആയുധമായിട്ട് ഉപയോഗിച്ചിരുന്നത്. ഗീബൽസ് കണ്ടിരുന്നത് നുണ സത്യമാണെന്ന് തോന്നത്തക്ക രീതിയിൽ പറയണം, ശക്തമായി പറയണം, അപ്പോൾ അത് വിശ്വസിക്കും ആളുകൾ. ഗീബൽസിനെ തോൽപ്പിക്കുമാറുള്ള രീതികളാണ് ഇവിടെ സ്വീകരിക്കുന്നത്. ഇത്രയും വിവരദോഷികളെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു മന്ത്രിസഭ ഈ കേരളത്തിന്റെ ചരിത്രത്തിലില്ല. ഇവരെ പോലത്തെ ആളുകൾ മന്ത്രിമാരായിരിക്കാൻ യോഗ്യതയുള്ളവരാണോ? ഓന്റെ പോലെ മറ്റത് കാണിച്ചിട്ട് വേണം ചെയ്യാൻ. നാളെ കൊണ്ടോ വിദ്യാഭ്യാസ മന്ത്രി, എന്റെ പിള്ളേരെ ഓർത്ത് ഞാനിങ്ങനെ സങ്കടപ്പെടുക. എന്റെ പിള്ളേരെ ഓർത്ത് ഇവനൊക്കെ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോ സ്കൂളിൽ പഠിക്കേണ്ട സ്ഥിതി നമ്മുടെ പിള്ളേർക്ക് ഉണ്ടായല്ലോ. വി ശിവൻകുട്ടി അവനെന്ന് വിളിച്ചിട്ടില്ലെന്ന് താങ്കൾ സഭയിൽ പറഞ്ഞു. ഇത് കള്ളത്തരമാണെന്ന് ഇപ്പൊ തെളിവ് സഹിതം പുറത്തു വന്നിരിക്കും. ഇല്ല അതില് അങ്ങനെ തന്നെയാണ്. ഇവരൊക്കെ എന്നാണ് ഞാൻ പറഞ്ഞത്. ഇവരൊക്കെ എന്നാണ് നിങ്ങൾ മാറ്റിക്കേണ്ടത്. ഒരു അലട്ടിലും ഇല്ല. ഞങ്ങള് പ്രഖ്യാപിച്ച പല കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞു. ഒന്ന്, രാഹുൽ ഗാന്ധി ഇടപെട്ട് കർണാടക ഗവൺമെന്റിനെ കൊണ്ട് ചെയ്യിപ്പിച്ച 100 വീടുകളുടെ പണം കൈമാറി. ഒന്ന്, ലീഗ് പ്രഖ്യാപിച്ച 100 വീടുകളുടെ സ്ഥലം ഏറ്റെടുത്ത് നിർമ്മാണ പ്രവർത്തനം തുടങ്ങി. അപ്പൊ എത്രയായി? 200 വീടായി. ആകെ 400 വീടേ ഉള്ളൂ. ഇനി ഞങ്ങളുടെ സ്ഥലം കിട്ടാൻ അടുത്ത ആഴ്ച ഞങ്ങളുടെ രജിസ്ട്രേഷനാണ് സ്ഥലത്തിന്റെ. ആ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ ഉടൻ തന്നെ 10 ദിവസത്തിനുള്ളിൽ പ്ലാൻ അംഗീകരിച്ച് ഞങ്ങളുടെ നിർമ്മാണ പ്രവർത്തനം ഞങ്ങൾ തുടങ്ങും. അപ്പൊ 300 വീടാവും. അപ്പൊ ആകെ 400 വീടേ നിർമ്മിക്കേണ്ടേ ഉള്ളൂ. അപ്പൊ 300 വീട് നിർമ്മിക്കുന്നത് UDF ആയിട്ട് ബന്ധപ്പെട്ട് കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് മനസ്സിലാക്കിയാൽ മതി. ഞങ്ങളുമായി ബന്ധപ്പെട്ട് പറഞ്ഞ 300 വീട് അവിടെ വരും. ഇപ്പൊ യൂത്ത് കോൺഗ്രസിന്റെ കാര്യം പറയും. യൂത്ത് കോൺഗ്രസ് കളക്ട് ചെയ്ത 1,05,00,000 രൂപ അത് KPCCക്ക് കൈമാറും അടുത്ത ദിവസം. ഇതെല്ലാം ക്ലിയറാണ്.